ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു സംഭവം ആ സോഫയുടെ ഇടയിൽ അനുമോള് കിടന്നുറങ്ങുന്നതാണ്. ഇത്രയും ബെഡ് ഉണ്ട്, ആകെ 9 പേരുള്ളൂ, 10-22 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുള്ള ബെഡുകളുണ്ട്, പിന്നെ സോഫയുണ്ട്, 2-3 സോഫയൊക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം. അതിന് പകരം അനുമോൾ ആ സോഫയുടെ ഇടയിൽ ഇടുങ്ങിയ സ്ഥലത്ത് കിടക്കുന്നു. എന്തൊരു ഡ്രാമയാണ് അനുമോള് കാണിക്കുന്നത്. ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് പലപ്പോഴും ബിഗ് ബോസ് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എപ്പിസോഡിൽ അത്തരത്തിലായിരുന്നു. ഞാനും കരുതി അനുമോൾ എന്താ ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, എന്ത് ഡ്രാമ കളിക്കുകയാണോ, എന്ത് ഇവിടിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നേ എന്ന് കരുതി. പക്ഷേ ലൈവിൽ വന്നപ്പോഴാണ് കേട്ടോ സത്യാവസ്ഥ മനസ്സിലായത്. റൂമിൽ പോയി അനുമോളുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് ആദില വിളിക്കുന്നുണ്ട്, അനുമോളെ ഇവിടെ കിടക്കാം, വാ ഇവിടെ എൻ്റെ അടുത്ത് കിടക്കാം എന്ന് പറയുമ്പോൾ അനുമോൾ അവരോട് മിണ്ടാതെ നേരെ ലിവിങ് ഏരിയയിലേക്ക് പോകുന്നു. അവിടെ സോഫയുണ്ട്, സോഫയിൽ പില്ലോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാണ് സോഫയിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ആ പിങ്ക് സോഫയില്ലേ സ്റ്റോർ റൂമിൻ്റെ അടുത്തുള്ള, അവിടെയാണ് കിടക്കാനായിട്ട് പോകുന്നത്. ആ പില്ലോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അനുമോൾ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അനുമോൾ സാധാരണ കിടക്കാറ്, അതുപോലെ ഇരിക്കുന്നുണ്ട്. അതുവരെ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് കാണുന്നില്ല. പിന്നെ കാണുന്നത് അനുമോൾ അതിൻ്റെ ഇടയിൽ കയറി കിടക്കുന്നതാണ്. പലപ്പോഴും ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, രാത്രി ആകുന്ന സമയത്ത് റൂമിൽ ഭയങ്കര തണുപ്പായിരിക്കും, ഹാളിൽ ചൂടായിരിക്കും, തണുപ്പകുതി ഉണ്ടാവാറില്ല എന്ന്. അതുപോലെ മേക്കപ്പ് റൂമിൻ്റെ കോർണറിൽ ഭയങ്കര AC ഉണ്ടാകും. ഇതേപോലെ പിങ്ക് സോഫയുടെ ഇടയിലും AC ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നത്. ഇത് ലൈവിൽ പലപ്പോഴും ഇവർ പറയുന്നത് കേൾക്കുന്നതാണ് കേട്ടോ. ലിവിങ് റൂമിൽ സോഫയിൽ കയറി അനുമോൾ കിടന്നു, ഭയങ്കര ചൂടായിരിക്കും, ചൂടെടുത്തിട്ടുണ്ടാവായിരിക്കാം, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചൂടെടുക്കും എന്ന് കരുതിയിട്ടുണ്ടാവായിരിക്കാം, അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ കയറി കിടന്നത്. പലപ്പോഴും ക്യാമറയുടെ മുന്നിൽ പെടാതെ കിടക്കാനായിട്ട് ഞാൻ ഒരുതവണ കണ്ടിട്ടുണ്ട്. അപ്പാനിയും ആര്യനൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നത്, ബിഗ് ബോസിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ ക്യാമറ ഇല്ലയെന്ന് കരുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയും ബിഗ് ബോസ് വിളിച്ച് പറയുകയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അനുമോൾ കരുതിയിട്ടുണ്ടാവും അവിടെ ക്യാമറ ഇല്ലെന്നായിരിക്കും, അതുകൊണ്ടാണ് അവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഹിഡൻ ക്യാമറയൊക്കെ ഉണ്ടാകും വീട്ടിൽ, ഇവരറിയാത്ത ക്യാമറയൊക്കെ ഉണ്ടാകും. അത് ബിഗ് ബോസ് കാണുന്നു, നമ്മളെ കാണിക്കുന്നു. ഒരു പ്രേക്ഷകർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ കിടന്ന് ഉറങ്ങുന്നത്. പക്ഷേ ബിഗ് ബോസ് അത് കണ്ടിട്ട് കാണിക്കുന്നു. എൻ്റെ ഇടയിൽ ക്യാമറ ഇല്ല എന്ന് കരുതി കിടന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. എപ്പിസോഡിൽ പലപ്പോഴും പലതും കട്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്. അനുമോൾ പറഞ്ഞ പല പഞ്ച് ഡയലോഗ് ഈ 2-3 ദിവസത്തെ എപ്പിസോഡും ലൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. എന്നോട് തന്നെ കുറേ പേര് വന്നിട്ട് പറഞ്ഞു, ചേച്ചി അനുമോൾ പറഞ്ഞ പല ഡയലോഗും കാണിച്ചിട്ടില്ലല്ലോ, എപ്പിസോഡിൽ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് അനുമോളെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അനുമോൾ അവിടെ കിടന്നുറങ്ങി അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ക്രിഞ്ചടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. ഇന്നത്തെ ലൈവും ഫയർ ആയിരിക്കും, അത്തരത്തിലാണ് പ്രോമോ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.